everyone, welcome to Ammu's World. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറംസിനെ പറ്റിയിട്ടാണ്. സെറംസിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെറംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് പ്രായം തൊട്ടാണ് സെറം യൂസ് ചെയ്യേണ്ടത്, എന്തിനാണ് സെറം യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് സെറം? സെറംസും മോയ്സ്ചറൈസേഴ്സും തമ്മിലുള്ള വ്യത്യാസം എന്ത്? നമ്മുടെ മോയ്സ്ചറൈസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒരു ലൈറ്റ് ഫോമിലെയാണ്. അത് കൂടുതലായിട്ട് നമ്മുടെ ക്രീം കൺസിസ്റ്റൻസി, ജെൽ കൺസിസ്റ്റൻസിയിലൊക്കെയാണ് മോയ്സ്ചറൈസേഴ്സ് നമ്മുടെ യൂഷ്വലി ആയിട്ടുള്ളത്. സെറംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ലിക്വിഡ് ഫോമിലാണ് സെറംസ് നമുക്ക് അവൈലബിൾ ആയിട്ട് യൂഷ്വലി കാണാറ്. അപ്പോൾ ഇത് കോൺസെൻട്രേറ്റഡ് ഫോമിലായതുകൊണ്ട് തന്നെ നമ്മൾ മോയ്സ്ചറൈസർ എടുക്കുന്നത് പോലെ കുറച്ചധികം ക്വാണ്ടിറ്റി എടുക്കേണ്ട കാര്യമില്ല. സെറംസ് എന്ന് പറയുന്നത് 1 or 2 ഡ്രോപ്സ് മാത്രം എടുത്താൽ മതി. അത്രയും കോൺസെൻട്രേറ്റഡ് ഒരു ഫോമിലാണ് നമുക്ക് സെറംസ് ഉള്ളത്. അപ്പോൾ 1 or 2 ഒരു ഡ്രോപ്സ് എടുത്താൽ തന്നെ നമ്മുടെ ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാനുള്ള അത്രയും ക്വാണ്ടിറ്റി മതി നമ്മുടെ സ്കിന്നിന് ഒരു സമയത്തേക്ക്. പിന്നെ സെറംസ് എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സെറംസ് കോൺസെൻട്രേറ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി സെറംസ് യൂസ് ചെയ്യാറ്. അതായത് ഇപ്പോൾ വിറ്റമിൻ സി സെറം ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ഡാർക്ക് സ്പോട്ട്സിനെ ലൈറ്റൻ ചെയ്യാൻ, അതുപോലെ തന്നെ നമ്മുടെ ഫേസിൻ്റെ ഏജിങ് പ്രിവെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഫേസിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് കുറയ്ക്കാൻ, അങ്ങനെ ഓരോ സെറംസിനും ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു എയിമുണ്ട്. ആ ഒരു എയിമിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺസെൻട്രേറ്റഡ് പ്രോഡക്റ്റാണ് ഈ സെറം എന്ന് പറയുന്നത്. ഈ സെറം എന്ന് പറയുന്നത് നമ്മൾ മേക്കപ്പിൽ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്? സ്കിൻ കെയറിൻ്റെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം നമ്മുടെ സ്കിന്നിനെ നമ്മൾ ക്ലെൻസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് നമ്മുടെ സ്കിന്നിനെ നമ്മൾ ടോൺ ചെയ്യുന്നു, അതിനുശേഷം നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പാണ് ഈ സെറം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെറം യൂസ് ചെയ്തതിന് ശേഷമാണ് നമ്മളൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ സെറം എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് ഒരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ടോണറിന് ശേഷം നമ്മൾ സെറം ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിലേക്ക് നല്ല രീതിയിൽ അബ്സോർബ് ആവുകയും ചെയ്യും. അതിനുശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ ഉപയോഗിച്ച് നമ്മുടെ ആ ഒരു സ്കിൻ കെയറിനെ നമ്മൾ ലോക്ക് ചെയ്യുന്നു. അതായത് നമ്മുടെ ആ സെറമിനെ നമ്മൾ ലോക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൽ അത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സഹായിക്കും. അങ്ങനെ അപ്പോൾ ഒരു സ്കിൻ കെയറിൻ്റെ ഒരു 3rd സ്റ്റെപ്പായിട്ട് മോയ്സ്ചറൈസറിന് മുമ്പായിട്ടാണ് നമ്മൾ സെറംസ് യൂസ് ചെയ്യേണ്ടത്. പിന്നെ എല്ലാവർക്കും വരുന്ന ഒരു ഡൗട്ടാണ്, ഏത് ഏജ് തൊട്ടാണ് നമ്മൾ സെറംസ് യൂസ് ചെയ്യേണ്ടത്? അങ്ങനെ ഒരു സ്പെസിഫിക് ഒരു ഏജ് ഇല്ലെന്നുണ്ടെങ്കിലും ചെറിയ കുട്ടികൾക്ക്, അതിൽ ടീനേജേഴ്സിനും ഒന്നും സെറംസ് യൂസ് ചെയ്യേണ്ട അങ്ങനെ ആവശ്യമില്ല. കാരണം യൂഷ്വലി പറയുന്നത് ഒരു 20-25 ഏജിന് എബോവ് ഉള്ള ആൾക്കാർ സെറംസ് യൂസ് ചെയ്താൽ മതിയെന്നാണ് യൂഷ്വലി പറയുന്നത്. അപ്പോൾ ആ ഒരു ഏജിൽ തൊട്ട് സെറംസ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എപ്പോഴൊക്കെയാണ് നമ്മൾ സെറംസ് യൂസ് ചെയ്യേണ്ടത്? നമുക്ക് ഈ മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനിലും ഈവനിങ് സ്കിൻ കെയർ റുട്ടീനിലും നമുക്ക് സെറംസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ചില സെറംസ് ഉണ്ട്, അതായത് ഇപ്പം ലൈക്ക് വിറ്റമിൻ സി സെറം ആണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പുറത്ത് വെയിലത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സെറം അപ്ലൈ ചെയ്തിട്ട് അതേപോലെ നമ്മൾ വെയിലത്തേക്ക് പോകാനായിട്ട് പാടില്ല. അത് നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നത്. വിറ്റമിൻ സി എന്ന് പറയുന്നത് സൺലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ദോഷമായിട്ട് ഭവിക്കാനും നമ്മുടെ സ്കിന്ന് ഇവൻ ബേൺ ആവാനുള്ള ചാൻസ് വരെയുണ്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ വെളിയിലേക്ക് പോകാനായിട്ട് വെയിലത്തേക്ക് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് നല്ലൊരു സൺസ്ക്രീൻ ഉപയോഗിക്കാം. സെറം യൂസ് ചെയ്ത് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലൊരു സൺസ്ക്രീൻ ഉപയോഗിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വെയിലത്തേക്ക് പോകുക. അല്ലെന്നുണ്ടെങ്കിൽ അത്രയും ഒരു റിയാക്ട് ചെയ്യുന്ന സെറമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ, അതായത് പകൽ സമയത്ത് അത് ഉപയോഗിക്കാതെ നിങ്ങളുടെ നൈറ്റ് ടൈം സ്കിൻ കെയർ റുട്ടീനിൽ മാത്രം അത് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഇപ്പോൾ സെറംസിൽ നമ്മൾ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചൂസ് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഏതൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അതിൽ വരുന്നത്, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അതിൽ വരുന്നത്, സൺലൈറ്റിൽ പോകുമ്പോൾ റിയാക്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് എന്തെങ്കിലും ഉണ്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് നിങ്ങളതിന് കൂടെ ആ സെറംസ് യൂസ് ചെയ്യുന്നതിൻ്റെ കൂടെ ഒരു സൺസ്ക്രീൻ എന്തായാലും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ എനിക്ക് യൂഷ്വലി വരുന്ന കുറേ ഡൗട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നല്ലൊരു സെറം സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട് വിറ്റമിൻ സി സെറം ഏതാണ് നല്ലത്, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്.
വിറ്റമിൻ സി സെറം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൻ്റെ ഡാർക്ക് സ്പോട്ട്സ് ലൈറ്റൻ ചെയ്യാനും സ്കിന്നിനെ ഒന്ന് ഈവൻ ഔട്ട് ചെയ്യാനായിട്ടൊക്കെ നല്ലൊരു സെറമാണ്. അപ്പോൾ അങ്ങനൊരു ഉദ്ദേശമാണ് നിങ്ങൾക്ക് ഉള്ളതെന്നെങ്കിൽ, അങ്ങനെ ഒരു ആവശ്യമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾക്ക് വിറ്റമിൻ സി സെറം ചൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ വിറ്റമിൻ സി സെറം വിറ്റമിൻ സി സെറം എന്നല്ല, എല്ലാ സെറം ഏത് സെറം ആയാലും എല്ലാവർക്കും സ്യൂട്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ വിറ്റമിൻ സി സെറം നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. നല്ലൊരു വിറ്റമിൻ സി സെറം നോക്കി നിങ്ങൾക്ക് വാങ്ങിക്കാം. നല്ല ബ്രാൻഡ്സിൻ്റെ, അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡ്സിൻ്റെ, ഇന്ത്യൻ ബ്രാൻഡ്സിൻ്റെ അതുപോലെ ഫോറിൻ ബ്രാൻഡ്സിൻ്റെ ഒക്കെ ഇഷ്ടം പോലെ സെറംസ്, വിറ്റമിൻ സി സെറം തന്നെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബ്രാൻഡിന് നല്ലൊരു ബ്രാൻഡ് നോക്കി ചൂസ് ചെയ്യുക. സെറമൊക്കെ കുറച്ചൊരു നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്രാൻഡിൻ്റെ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒത്തിരി തീരെ നിങ്ങൾ പ്രൈസ് റേഞ്ച് മാത്രം നോക്കി തീരെ ചീപ്പായിട്ടുള്ളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിനേക്കാൾ സെറം എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് നല്ലൊരു ബ്രാൻഡിൻ്റെ നോക്കി വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഇപ്പോൾ സെറം ആയാലും അതിപ്പോൾ ഏതൊരു പ്രോഡക്റ്റ് ആയാലും അങ്ങനെ തന്നെ എല്ലാവർക്കും സ്യൂട്ട് ആവണമെന്നില്ല. ഇപ്പം ബേസിക്കലി എനിക്ക് വിറ്റമിൻ സി സെറം മാത്രം സ്യൂട്ട് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ 2 പ്രാവശ്യം വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. 2 പ്രാവശ്യവും എനിക്ക് വിറ്റമിൻ സി സെറം യൂസ് ചെയ്യുമ്പോൾ ബ്രേക്ക് ഔട്ട്സ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ സ്യൂട്ട് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ സ്കിൻ ടൈപ്പിനനുസരിച്ച് പല സെറംസ് ആയിരിക്കും സ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാതെ നമുക്ക് അറിയാൻ പറ്റില്ല നമുക്ക് ഏത് സെറമാണ് സ്യൂട്ട് ചെയ്യുന്നതെന്നുള്ളത്. ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സെറം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ ഏത് സെറമാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് ഓൾമോസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെറം ഇത് തന്നെയാണ്. ഇതെന്ന് പറയുന്നത് ബോഡി ഷോപ്പിൻ്റെ ഡ്രോപ്സ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെറമാണ്. ഇതെന്ന് പറയുന്നത് പ്യുവർ ഹെൽത്തി ബ്രൈറ്റനിങ് സെറമാണ്. അതായത് ഒരു ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സെറമാണ്. ആക്ച്വലി ഞാനിത് നോക്കി സെലക്ട് ചെയ്തതല്ല. ഞാൻ അവരുടെ ബോഡി ഷോപ്പിൽ സ്റ്റോറിൽ പോയപ്പോൾ നമ്മുടെ സ്കിൻ ചെക്ക് ചെയ്തിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യുമല്ലോ പ്രോഡക്ട്സ്. അങ്ങനെ അവർ സജസ്റ്റ് ചെയ്തൊരു സെറമാണിത്. അന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറേ പിമ്പിൾ മാർക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പിമ്പിൾ മാർക്സിനെ ഹെൽപ്പ് ഔട്ട് ചെയ്യാനായിട്ടും സ്കിൻ ഈവൻ ഔട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അവർ സജസ്റ്റ് ചെയ്തൊരു സെറമാണ് ഇത്. ബോഡി ഷോപ്പിന് ഡ്രോപ്സ് ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സെറം നല്ലൊരു സെറമാണ്. ഇതെന്ന് പറയുന്നത് ഇങ്ങനൊരു മിക്കവാറും സെറംസ് ഈ ലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ സൺലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതുപോലുള്ള ഒപ്പേക്ക് ബോട്ടിലുകളിലായിരിക്കും അത് വരുന്നത്. അപ്പോൾ ഞാൻ സെറം ഒന്ന് കാണിച്ചു തരാം. ജസ്റ്റ് വെള്ളം പോലെ തന്നെയുള്ള ലിക്വിഡ് ഫോമിലുള്ള ഒരു സെറമാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സെറമാണ്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഹെൽത്തി ലുക്കിംഗ് സ്കിൻ. നമ്മുടെ സ്കിൻ കുറച്ചുകൂടെ ട്രാൻസ്പെറൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈവൻ ഔട്ട് ചെയ്യാനായിട്ടും കുറച്ചുകൂടെ ഒരു ഹെൽത്തി ഗ്ലോ കൊടുക്കാനായിട്ടൊക്കെ ഉള്ള ഒരു സെറമാണിത്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നുള്ള സെറം. പിന്നെ സെറംസ് യൂഷ്വലി നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഫ്ലോയി കൺസിസ്റ്റൻസി ആയിട്ടായിരിക്കും ഉള്ളത്. സെറംസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ ടോണർ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ഡ്രോപ്പറുള്ള ബോട്ടിലായിരിക്കും യൂഷ്വലി എല്ലാ സെറംസും വരുന്നത്. ഇതുപോലത്തെ ഒരു ഡ്രോപ്പറിൽ നിങ്ങളുടെ സെറം എടുക്കുക. എത്രയാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കുക. യൂഷ്വലി 1 or 2-3 ഡ്രോപ്സ് മാക്സിമം എടുക്കാവുള്ളൂ. അങ്ങനെ ഒരു 2-3 ഡ്രോപ്സ് നിങ്ങൾ ഈ ഒരു ഡ്രോപ്പറിൽ കയ്യിലേക്ക് എടുക്കുക. നിങ്ങളുടെ ഈ കൈയുടെ ഈ വിരലിൻ്റെ ടിപ്സ് ഉണ്ടല്ലോ, ഈ ടിപ്സിലേക്ക് സെറം ആക്കുക. അതിനുശേഷം ഈ 2 കൈയും കൂടെ നിങ്ങൾ റബ്ബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ 2 കൈയുടെ ഈ ടിപ്സിൽ സെറമുണ്ട്. അപ്പോൾ ഈ 2 കൈയുടെ ടിപ്സ് വെച്ചിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ ഡാബ് ചെയ്ത് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യില്ല, ആ ഒരു മോഷനിൽ നമ്മൾ സെറം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഡാബ് ചെയ്ത് നമ്മുടെ ഫുള്ളായിട്ട് നമ്മുടെ ഈ സ്കിന്നിൽ ഈ കണ്ണിൻ്റെ ഏരിയയിലൊക്കെ കൂടുതൽ സെറം അപ്ലൈ ചെയ്യരുത്. അതായത് കണ്ണിലേക്ക് പോകരുത്. ഇങ്ങനെ ഒരു ഡാബിങ് മോഷനിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് കുറച്ച് സോഫ്റ്റായിട്ട് ഇങ്ങനൊരു ഡാബിങ് മോഷനിൽ ഫുള്ളായിട്ട് സ്കിന്നിലേക്ക് നമ്മുടെ സെറം അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ അങ്ങനെ ഒരു മസാജ് കൊടുത്ത് ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ല രീതിയിൽ ആ സെറം നമ്മുടെ ഫേസിലേക്കൊന്ന് അബ്സോർബ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അങ്ങനെ ഫുള്ളായിട്ടൊന്ന് അബ്സോർബ് ആകുന്ന വരെ ഒന്ന് ചെറിയൊരു രീതിയിൽ ഇങ്ങനെ ഒരു മസാജ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഒരു മസാജ് കൊടുത്ത് ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഫുള്ളായിട്ട് നമ്മുടെ സെറം നമ്മുടെ ഫേസിലേക്ക് അബ്സോർബ് ആകും. അതിനുശേഷം ഒരു മോയ്സ്ചറൈസറും കൂടി ഇടുക. തീർന്നു പരിപാടി. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സെറം അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നിങ്ങളിത് നൈറ്റിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടൊന്നും യൂസ് ചെയ്യരുത്. കാരണം അത് ഒരു ലിക്വിഡ് പ്രോഡക്റ്റാണ്. നമ്മുടെ എന്തെങ്കിലും എക്സസ് ആയിട്ടുണ്ട് നമ്മുടെ ഫേസിലുണ്ടെങ്കിൽ അത് പിന്നെ നമ്മുടെ പില്ലോ കേസിലാവാനും അങ്ങനെ വെറുതെ പില്ലോ കേസിലായി ഇങ്ങനെ പോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നൈറ്റ് ടൈമിലാണ് സെറം യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരു മിനിമം കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും സെറമൊക്കെ അപ്ലൈ ചെയ്ത് മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് സെറ്റായിട്ടിരിക്കുക. അതിനുശേഷം ഉറങ്ങാൻ പോകുക. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട്സ് കിട്ടുക. അപ്പോൾ സെറംസിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്തെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സെറമാണ്. കുറച്ചൊരു ക്വാളിറ്റി സൈഡിലേക്കുള്ള ഒരു സെറമാണ്.
അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ സ്കിന്നിൻ്റെ നീഡ് എന്താണെന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ടുള്ള സെറം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം ഞാൻ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.